പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് കാലാതീതം കാവ്യവിസ്മയം എന്നാണ്. കാലാതീതം എന്നാൽ എന്താണ്? കാലത്തിന് അതീതമായത്, അല്ലേ? കാലത്തിന് അതീതമായ 3 വിസ്മയ കാവ്യങ്ങൾ നാം ഇവിടെ പരിചയപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ, കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം. 3 എഴുത്തുകാരും കാലത്തെ അതിജീവിച്ചവരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. സമയം കളയാതെ നമുക്ക് പ്രവേശക പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് സച്ചിദാനന്ദന്റെ കവികളുടെ ഭാഷ എന്ന ഒരു ചെറിയ കവിതയാണ്. കവിത ഇങ്ങനെയാണ്: കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ, ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ. എന്താണ് ഈ വരികളിൽ തെളിയുന്ന ആശയം? നമുക്കറിയാം, ചിരിക്കും കരച്ചിലിനുമൊന്നും ഭാഷയില്ല. അതുപോലെ കാവ്യങ്ങൾക്കും ലോക സാഹിത്യത്തിലുണ്ടായിട്ടുള്ള എല്ലാ സാഹിത്യ സൃഷ്ടികൾക്കും ഒരേ ഭാഷയാണ് ഉള്ളത് എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഏത് ഭാഷയിൽ രചിച്ചാലും വളരെ ദാർശനിക ബുദ്ധിയോടെ കവികൾ, കലാകാരന്മാർ അല്ലെങ്കിൽ എഴുത്തുകാർ പരിസ്ഥിതിയെക്കുറിച്ച്, ജീവിത മൂല്യങ്ങളെക്കുറിച്ച്, വിശ്വസ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്, അല്ലേ? ഏത് ഭാഷയിൽ രചിച്ചാലും സാഹിത്യത്തിന്, കലാസൃഷ്ടികൾക്ക് ഒരേ ഭാഷയാണ്, അല്ലെങ്കിൽ ഭാഷ ഒരു പ്രശ്നമേ അല്ല എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. 1-ാമത്തെ യൂണിറ്റിൽ നമ്മൾ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെയും ലോക സാഹിത്യത്തിൽ തന്നെ അറിയപ്പെടുന്ന വിക്ടർ ഹ്യൂഗോയുടെയും സംസ്കൃത നാടകകൃത്തായ കാളിദാസന്റെയും 3 രചനകളെ പരിചയപ്പെടുകയാണ്. ഇവ കാലാതീതമാണ്, വിസ്മയ കാവ്യങ്ങളാണ്. ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ഈ 3 കാവ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്.